നീളമുള്ള മുടിയൊതുക്കി തൊപ്പിയണിഞ്ഞ് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന യുവ വിപ്ലവ നേതാവ് ചെഗുവേരയുടെ ചിത്രം ഏറെ പ്രശസ്തമാണ്. ഈ ചിത്രം പകർത്തിയിട്ട് ഇന്ന് 65 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. 1960 മാർച്ച് 5 പകർത്തിയ വിപ്ലവ നേതാവിന്റെ ഈ ചിത്രം പിൽക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ചിത്രമായി മാറുമെന്ന് അന്നത് എടുത്തയാൾ പോലും കരുതിയിട്ടുണ്ടാകില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പോസുകളിൽ ഈ ചിത്രം ഇന്നും ഉപയോഗിച്ചു വരുന്നുണ്ട്. മുൻ ഫാഷൻ ഫോട്ടോഗ്രാഫറായ ആൽബർട്ടോ ഡിയാസ് ഗുട്ടിറസ് എന്ന കോഡയാണ് ഈ ചിത്രം പകർത്തിയത്. ചെഗുവേര എന്നറിയപ്പെടുന്ന ഏണസ്റ്റോ ഗുവേര ഡി ലാൻസെർണയെ ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ അദ്ദേഹം അനശ്വരനാക്കി. തന്റെ ലൈക്ക M2 ക്യാമറയിലെ 90 mm ലെൻസ് ഉപയോഗിച്ചാണ് ഗോഡ ഈ ചിത്രം പകർത്തിയത്. വിപ്ലവ നേതാവ്, വൈദ്യൻ, മാർക്സിസ്റ്റ്, ഗറില്ല നേതാവ്, എഴുത്തുകാരൻ തുടങ്ങിയ നിലകളിലെല്ലാം ചെഗുവേര പ്രശസ്തനാണ്. ചെ എന്നും അറിയപ്പെട്ടിരുന്ന ചെഗുവേരയുടെ ജീവിതത്തെക്കുറിച്ചോ നേരിട്ട ചൂഷണങ്ങളെക്കുറിച്ചോ അധികമൊന്നും അറിയാത്തവർക്ക് പോലും ഗോഡയുടെ ഈ ഐക്കോണിക് ഫോട്ടോ കണ്ടാൽ അദ്ദേഹത്തെ തിരിച്ചറിയും. 1960 മാർച്ചിൽ ഹവാന നഗരമധ്യത്തിൽ ടൺ കണക്കിന് ഗ്രാനേഡുകളും വെടിക്കോപ്പുകളും വഹിച്ചിരുന്ന ഫ്രഞ്ച് കപ്പലായ ലാഗൂബ്രെ പൊട്ടിത്തെറിച്ചിരുന്നു. അപകടത്തിൽ കൊല്ലപ്പെട്ട എല്ലാ നാവികരുടെയും സ്റ്റീവ്ഡോർമാരുടെയും സ്മരണയ്ക്കായി ഒരു ശവസംസ്കാരം മാർച്ച് നടത്തി. ഇതിൽ തത്വചിന്തകരായ ജീൻ പോൾ സ്വാർത്രും സിമോൺ ഡി ബ്രൂവോയറും പങ്കെടുത്തിരുന്നു. ആ ചടങ്ങിൽ റവല്യൂഷണറി യൂണിയൻ ആദ്യമായി പ്രസിദ്ധീകരിച്ച റവല്യൂഷൻ എന്ന പത്രത്തിന്റെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറായ കോർഡയും ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് ഞാൻ മാർച്ച് കണ്ടത്. അതിനിടെ മീഡിയം ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ച് എന്റെ ലൈക്കയിലാണ് ചിത്രം പകർത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പോഡിയം പ്ലാൻ ചെയ്തു. പെട്ടെന്നാണ് ചെ എന്റെ ക്യാമറയിലേക്ക് വന്നത്. ഉടൻ തന്നെ ഞാൻ ചിത്രം പകർത്തി. അപ്പോഴാണ് ഞങ്ങളുടെ പത്രത്തിന്റെ കവർ ചിത്രത്തെക്കുറിച്ച് ഞാൻ ഓർത്തത്. അപ്പോൾ തന്നെ ഞാൻ ക്യാമറ ലംബമായി വെച്ചു. അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രവും പകർത്തി. പിന്നീട് ടൈംസ് ഓഫ് ലണ്ടന് നൽകിയ അഭിമുഖത്തിൽ കോർഡ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പിന്നീട് ഗറില്ലറോ ഹീറോയിക്കോ എന്ന് പേരിട്ട ചിത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. അത് കോർഡയുടെ സ്വകാര്യ ശേഖരത്തിലേക്ക് നീക്കിവെച്ചു. 1967 ചെഗുവേരയുടെ ഛായാചിത്രം തേടി ഇറ്റാലിയൻ പ്രസാധകനും വ്യവസായിയുമായ ജിയാൻ കിയാക്കോമോ ഫെൽട്രിനെല്ലി കോർഡയുടെ അടുത്ത് എത്തുന്നത്. 2 കോപ്പികൾ കോർഡ അദ്ദേഹത്തിന് നൽകി. 1967 ഒക്ടോബർ 8 ബൊളീവിയൻ സൈന്യം ചെഗുവേരയെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രൊമോഷണൽ പോസ്റ്ററുകളായി ഫെൽട്രിനെല്ലി അച്ചടിച്ചത് ഇതേ പ്രിന്റായിരുന്നു. 1968 പുറത്തിറങ്ങിയ ചെഗുവേരാസ് ബൊളീവിയൻ ഡയറീസ് എന്ന പുസ്തകത്തിന്റെ കവറായാണ് ഈ ചിത്രം ആദ്യം പ്രസിദ്ധീകരിച്ചത്. കോർഡ ഈ ചിത്രം പകർത്തി 8 വർഷത്തിന് ശേഷം. ചെയുടെ മരണത്തിന് 1 വർഷത്തിന് ശേഷവും ഐറിഷ് കലാകാരനായ ജിം ഫിറ്റ്സ്പാട്രിക് ചിത്രത്തിന് കറുപ്പും ചുവപ്പും വെളുപ്പും നിറങ്ങൾ ചേർത്ത് കുറച്ചുകൂടി ആകർഷകമാക്കി. ചിത്രത്തിന് ഗറില്ലേറോ ഹീറോയിക്കോ എന്ന പേരും നൽകി. അപ്പോഴേക്കും ചെഗുവേര വിപ്ലവത്തിന്റെ മുഖമായും സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പ്രതീകമായും മാറിയിരുന്നു. ചിത്രത്തിലൂടെ ഫെൽട്രിനെല്ലിയും പ്രശസ്തനായി. എന്നാൽ ചിത്രം പകർത്തിയ കോർഡയ്ക്ക് ചിത്രത്തിന്റെ റോയൽറ്റിയൊന്നും ലഭിച്ചില്ല. ചിത്രത്തിന്റെ ജനപ്രീതിയിൽ നിന്നും തന്റെ പിതാവിന് കാര്യമായ നേട്ടമൊന്നും ലഭിച്ചില്ല എന്നും ലാഭമുണ്ടാക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നും കോർഡയുടെ മകൻ ഡയാന ഡയസ് DGDN അമേരിക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. തന്റെ ചിത്രം ചെഗുവേരയെ പ്രശസ്തനാക്കാൻ സഹായിച്ചുവെന്നത് മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമെന്നും അവർ കൂട്ടിച്ചേർത്തു. താൻ ജനിച്ചിരുന്ന സമയത്ത് തന്റെ ജോലിയുടെ ഭാഗമായി ഒരു ചിത്രം അവശേഷിപ്പിച്ചുവെന്നും എന്നാൽ അതിൽ നിന്നും നേട്ടമൊന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്നും മരിക്കുന്നതിന് മുൻപ് ഒരു ഡോക്യുമെന്ററിക്ക് നൽകിയ അഭിമുഖത്തിൽ കോർഡ പറഞ്ഞിരുന്നു.